സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എമ്പുരാൻ മാർച്ച് 27 റിലീസാകുമ്പോൾ ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി അബ്രഹാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടി രൂപയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയായിരിക്കില്ല രണ്ടാം ഭാഗമായ എമ്പുരാനിൽ പ്രാധാന്യമെന്നും റിപ്പോർട്ടുണ്ട്. ഖുറേഷി അബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എമ്പുരാന്റേതെന്ന് അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഖുറേഷി എബ്രഹാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എമ്പുരാൻ സ്റ്റൈലിഷ് സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലെത്തുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്ത്, ജിതിൻ രാംദാസായി ടൊവിനോ തോമസ് തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളിലായി ഉണ്ടാകും. ആദ്യ ഭാഗത്തേക്കാൾ വലിയ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് ടീസറും പോസ്റ്ററുകളും നൽകുന്ന സൂചനകൾ. ഇപ്പോഴിതാ എമ്പുരാന്റെ വിദേശത്തെ റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ്. ഇതുവരെ മലയാള സിനിമ നേടിയതിനേക്കാൾ ഒരു റെക്കോർഡ് തുകയ്ക്കാണ് ഫാർ ഫിലിംസാണ് റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രത്തിന് കേരളത്തിൽ എതിരാളികളില്ല എന്നതും ആശ്വാസമാണ്. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് റിലീസ് ചെയ്യുന്ന ചിത്രത്തിന് കേരളത്തിൽ സോളോ റിലീസായാണ് എത്തുന്നത്. കേരളത്തിലെ 90% തിയേറ്ററുകളിലും ചിത്രം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റു ഭാഷകളിലെ വിതരണക്കാരെക്കുറിച്ച് ഇതുവരെ അനൗൺസ്മെന്റൊന്നും വന്നിട്ടില്ല. അതേസമയം എമ്പുരാൻ റിലീസ് ചെയ്യുന്ന അതേ ദിവസം തമിഴിലും ഹിന്ദിയിലും ക്ലാഷ് ഉണ്ടെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. സിക്കന്ദറിന്റെ റിലീസ് മാറ്റിയതുകൊണ്ട് തന്നെ നോർത്ത് ബെൽറ്റിലും ഓവർസീസിലും ആദ്യത്തെ 3 ദിവസം എമ്പുരാന് ഫ്രീ റൺ ലഭിക്കുമെന്ന് ഉറപ്പാണ്. ചിത്രത്തിന്റെ വീക്കെൻഡ് കളക്ഷനും ഇത് വലിയ രീതിയിൽ സഹായിക്കും. GCC രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വലിയ അവധി 2 ചിത്രങ്ങൾക്കും ഗുണം ചെയ്യും. എന്നാൽ ഈ 2 സിനിമകളും ക്ലാഷിൽ ആര് വിജയിക്കുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. കേരളത്തിലെ ഭൂരിഭാഗം തിയേറ്ററുകളിലും റിലീസ് ചെയ്യുന്ന എമ്പുരാൻ ലിയോ കേരളത്തിൽ നിന്ന് നേടിയ ഫസ്റ്റ് ഡേ കളക്ഷൻ തകർക്കുമോ എന്നാണ് ഇനിയുള്ള ആരാധകരുടെ പ്രതീക്ഷ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.